ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും പനിയും അസുഖങ്ങളൊക്കെയാണ്. ചുമ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ക്ലൈമറ്റ് മാറുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും സുഖമില്ലാതിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക, സുഖമായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ വ്ളോഗ് ഇന്ന് തുടങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഫെസ്റ്റിവൽ ലാൻഡ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മൾ മെയിൻ വന്നത് ഇങ്ങോട്ടല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരാറുണ്ട്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ കയറണം എന്നിട്ട് അങ്ങനെ കയറിയത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി അവർക്കൊന്ന് കണ്ടിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടായിട്ട് വന്നതല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ. അപ്പോൾ കയറിയ പിന്നെ ഇറങ്ങില്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പിടിച്ചാൽ കിട്ടില്ല. ഒരാൾ ഒരു സൈഡിൽ കൂടെ പോകും, ഒരാൾ വേറെ സൈഡിൽ കൂടെ പോകും. ഞാൻ ജസ്റ്റ് ഇത് കയറിയിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ അവർക്ക് എന്തായാലും കയറണം. അവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ലീവുള്ള സ്കൂളില്ലാത്ത സമയത്തൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വന്നിട്ടില്ല. അതാണ് ഇവർ കണ്ടപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇറങ്ങി പിന്നെ ഓട്ടമാണ് കേട്ടോ. പിന്നെ കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാരണം കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ളതുണ്ട്. പിന്നെ ആ സൈഡിലൊക്കെ ഷോപ്സാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. 1 dirhams മുതലുള്ള എല്ലാ സാധനങ്ങളും, ഡ്രസ്സ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, അതൊക്കെ റേറ്റ് കൂടും. എല്ലാം തന്നെ 1 dirhams മുതലുള്ള ചെറിയ സാധനങ്ങൾ അതൊരു ഷോപ്പായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ മുന്നേ പോയതാട്ടെ. പിന്നെ ഇപ്പോൾ അവിടെ പോകുന്ന 2-3 മാസമായിട്ട് പോയിട്ടില്ല. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറേ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ തിരക്ക് കുറവാണ്, കാരണം ക്ലോസ് ചെയ്യാനായി തുടങ്ങിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്, കാരണം ലീവായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. പിന്നെ ഇവർ വിളിച്ചാൽ വരുന്നില്ല കേട്ടോ. ഞാനതപ്പോൾ ഇറങ്ങാൻ വേണ്ടിയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാറിൽ. ഇവർ വരുന്നില്ല. കാരണം കളിക്കുന്നത് കണ്ടാൽ പിന്നെ അങ്ങനെ നിൽക്കുമല്ലോ. പിന്നെ അവിടെ ക്യാമലുണ്ട്, ക്യാമൽ റൈഡ് ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ നമുക്കത് പുറത്തിരുന്ന് പോകാൻ. പണ്ടൊക്കെ 10-15 dirhams ആയിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. മുന്നേ കോർണർ സൈഡിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ അതിനായിട്ട് പോയതല്ല. അപ്പോൾ അതിന് ഞാൻ ഒന്നും ചോദിക്കാൻ തന്നില്ല. കുതിരയൊക്കെ ഉണ്ടാവലുണ്ട് അവിടെ. അങ്ങനെ പിന്നെ വിളിച്ചാൽ വരേണ്ടേ വരും. പിന്നെ അങ്ങനെ കുറേ കാണാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഷോപ്പാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ആ അറ്റം വരെ നടക്കാനൊക്കെ ഞാൻ അവിടെ ഒന്നും പോയില്ല, കാരണം നമ്മളതിനായിട്ട് വന്നതല്ലോ. പിന്നെ ഈ സെക്ഷൻ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ സ്നോ വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് ആയിരിക്കും കളിക്കുന്നത് ഉണ്ടാവും. സ്നോ ലാൻഡ് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഇവിടെ അതൊക്കെ സെറ്റിങ്സൊക്കെ മാറുകയും ഇപ്പോൾ ഇങ്ങനെ ദിനോസസിൻ്റെ ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല രസമായിട്ടൊക്കെ കാണാൻ. ഇവരിത് അങ്ങോട്ടും കൊണ്ട് ഓടി കളിക്കണം. മറ്റുള്ള അവിടെ വീഴുന്നുണ്ട്, കാരണം വിളിച്ചിട്ട് വരുന്നില്ല. കാരണം ഇപ്പം ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ പിന്നെ കാരണം ലേറ്റ് ആയില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവർ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അവർ വീട്ടിലിരുന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ പോയത് ഉമ്മുൽക്ക് വെയിനിലാണ്. അവിടെ നമ്മളെ തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഞാൻ പോവാണ്. പക്ഷെ അവരുടെ ഫ്രണ്ടും ഫാമിലിയും അവിടുത്തെ ഡെയിലി കസ്റ്റമറാട്ടോ. അവരവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഉമ്മുൽക്കിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ അങ്ങനെ അത്ര പോകാറില്ല. അപ്പോൾ ഇവരെ കൂടെ പോയപ്പോൾ ഫ്രണ്ട് വീട്ടിൽ പോയപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ ഫിഷ് ഉണ്ട് അവിടെ. നമുക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് ഗ്രില്ല് ചെയ്യാം. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഗ്രില്ല് നമ്മൾ ഓർഡർ കൊടുത്താൽ അത് അവരെ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. പിന്നെ മെയിൻ ഐറ്റംസ് ഇവരെ ഐറ്റംസായ നമ്മൾ പുളിമുട്ടായും ആ പണ്ടത്തെ മുട്ടകൾ നല്ല രസമുണ്ട് കാണാൻ, കഴിക്കാനും രസമാണ്. പുളിമുട്ടായി, പിന്നെ സൈക്കിളിൻ്റെ പല മുട്ടകളുണ്ട്. പിന്നെ കുൽഫി, ഐസ്ക്രീം, അതൊക്കെ കയറി വരുമ്പോൾ തന്നെ അവരതാ വെച്ചിരിക്കുന്നത്. ഇതിന് മെയിൻ ആദ്യം പോയാൽ അതെടുക്കുക. ഫുഡിനായിട്ടും കൂടുതൽ ഓർഡർ ആക്കണം കഴിക്കണം അതാ. പിന്നെ അവിടെ പാർട്ടി ഹാളുണ്ട് കേട്ടോ. പക്ഷെ നല്ല സ്റ്റാഫാണെങ്കിലൊക്കെ നല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫുഡും സൂപ്പറാട്ടോ. നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തെന്താ നാന്, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഡീപ് ഫ്രൈ ആണ്. ചിക്കൻ സ്പെഷ്യൽ കറിയാണ് കേട്ടോ അത്. ബീഫ് എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ നാട്ടിലത്തൊക്കെ ബീഫിൻ്റെ ടേസ്റ്റ് നല്ല മൊരിച്ചിട്ട് നല്ല രസം കേട്ടോ. ഫൈസാനൊക്കെ നല്ല ഇഷ്ടമായി. ഫൈസാൻ അങ്ങനെ ചിക്കൻ്റെ ആളാണ്, മെയിൻ ഫൈസാൻ ചിക്കൻ്റെ ആളാണ്. പക്ഷേ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രൈഡ് റൈസും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ അവരുടെ സ്പെഷ്യലായിട്ട് എന്തൊരു കറിയാണ് കേട്ടോ. നോർമൽ ചിക്കൻ കറിയല്ല, അവരുടെ സ്പെഷ്യലായിട്ട് എന്തൊരു ചിക്കൻ കറിയാണ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ്. സ്റ്റാഫാണെങ്കിൽ നല്ല കമ്പനിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ പോകുന്നത് നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ കുറച്ച് നേരം പുറത്തിരുന്നു, കാരണം
അധികം ആൾക്കാരില്ലല്ലോ, കാരണം 2 മണി വരെ അവരെ ഷോപ്പുള്ളത്. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 1:30 ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും. പിന്നെ പുറത്തിരുന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് വേറൊരു ഫാമിലി അവിടെ പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നാരി സർബത്താണ് ഓർഡർ ആക്കിയിട്ടോ. ഇനി ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് 2 മണിക്ക് ആവാനായി തുടങ്ങി. അവിടെ റെസ്റ്റോറൻറ്റുള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടോ. ഒരു സോഡ സർബത്തും ഒരു നോർമൽ സർബത്തുമാണ്, നല്ലൊരു സർബത്ത് ഓർഡർ ആക്കിയത്. എനിക്ക് സോഡ സർബത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അതാണ് കുടിക്കുമ്പോൾ ഒരു ഇത്. കുട്ടികൾക്ക് പിന്നെ സോഡ ഇല്ലാത്തതാണ് അവർ കുടിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ റൂമിൽ പോവാണ്. ഇപ്പം നാളെ സ്കൂളൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ലേറ്റായാലും തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.